ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല കിച്ചൺ ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ കത്തിയൊക്കെ മുറിച്ച് കൂട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിലെ കപ്പുണ്ടല്ലോ, സെറാമിക്കിൻ്റെ കപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് ഭാഗത്ത് നല്ലൊരു അരം കാണും കേട്ടോ. അപ്പം അതിനകത്ത് കത്തി മുറിച്ചാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കത്തിയിൽ മുറിച്ച് കൂടി കിട്ടും കേട്ടോ. അപ്പോൾ എന്ത് സാധനം വേണേലും നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതേപോലെ ഏത് കത്തി വേണേലും നമുക്ക് ഇരുമ്പിൻ്റെ കത്തിയാണേലും മുറിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ മീനൊക്കെ മുറിക്കുകയോ അതല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ അരിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മുറിച്ച് കൂടി കിട്ടും. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ എപ്പോഴും നമ്മൾ പാചകമൊക്കെ ചെയ്തിട്ട് എണ്ണയും എണ്ണമയമൊക്കെ ആയിട്ട് കിടക്കുമല്ലോ. അപ്പോൾ വാസലിൻ ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് തൊട്ട് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിൽ കോട്ടൺ തുണിയോ ടിഷ്യൂ പേപ്പറോ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നല്ലൊരു വെട്ടവും തിളക്കവും ഒക്കെ കിട്ടും കേട്ടോ. ഈ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ എണ്ണമയമൊന്നും പെട്ടെന്ന് കയറി പിടിക്കത്തില്ല. നമ്മൾ പാചകം ചെയ്താലും എണ്ണയൊക്കെ തെറിച്ചിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊന്നും പറ്റിയിരിക്കത്തില്ല. പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ വാസലിൻ കണ്ണാടിയുടെ നമ്മൾ കണ്ണാടി ഉണ്ടല്ലോ, കണ്ണാടിയിലൊക്കെ തുടച്ചിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചാൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ തേയില അതേപോലെ തന്നെ എന്തും മാവ് ഒക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ ബാക്കി ഇതേപോലെ വയ്ക്കുമ്പോൾ അതിനകത്ത് ഉറുമ്പും പല്ലിയും പാറ്റയൊക്കെ കയറാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള പൊടി ഇങ്ങനെ എടുത്തതിന് ശേഷം, ഇതിപ്പോൾ തേയിലപ്പൊടിയാണ്, എടുത്തതിന് ശേഷം നമുക്ക് മടക്കി വെക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് റബ്ബർ ബാൻഡ് കൂടെ ഇടണ്ട, ഒന്ന് ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ബാക്കിലോട്ടൊന്ന് മടക്കി കൊടുക്കുക. ബാക്കിലോട്ട് 2-3 ചുറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് വെച്ചിട്ട് ആ രണ്ട് ഭാഗത്ത് ആ ലോക്ക് ഉണ്ടല്ലോ അതെടുത്ത് തിരിച്ചിങ്ങോട്ടിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് ഭാഗത്ത് ലോക്ക് വീഴും. നമ്മളിങ്ങനെ മടക്കുമ്പം തന്നെ അതെടുത്ത് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പം തന്നെ നല്ല രീതിയിൽ നമുക്ക് ലോക്കായിട്ട് കിട്ടും. അപ്പോൾ അതിനകത്ത് ഉറുമ്പോ പാറ്റോ പല്ലിയോ ഒന്നും തന്നെ കയറത്തില്ല. നമുക്ക് ഇതിനായിട്ട് പ്രത്യേകിച്ച് ടിന്നും കാര്യങ്ങളൊന്നും വേണ്ട. ബാക്കി ഇതേപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് എത്ര നമ്മൾ കുലുക്കിയാലും ആ കെട്ട് അഴിഞ്ഞു പോവില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഓട്സ് അത് ഞാൻ തൊട്ട് കാണിക്കാം. അതും ഇതേപോലെ നമുക്ക് ഓട്സ് കുപ്പിക്കകത്ത് ഇട്ടതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സൂക്ഷിക്കാവുന്നതാണേ. അപ്പോൾ അതിനകത്ത് കൊണ്ട് പാറ്റയും പല്ലിയും ഒന്നും കയറാതെ രണ്ട് ഭാഗവും ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ബാക്കിലോട്ട് 2 ചുറ്റി കൊടുക്കുക. 2 ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് അതിൻ്റെ ആ 2 ഭാഗത്തെ ലോക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് കവറുകൾ ഇതേപോലെ പാക്കറ്റുകളൊക്കെ ലോക്കിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. കണ്ടോ? ഇനി അടുത്ത നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. ഇതിപ്പോൾ എത്ര കുലുക്കിയാലും ഇളക്കിയാലും ഒന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ബീട്രൂട്ടൊക്കെ നമ്മൾ ഇതേപോലെ മേടിച്ച് വെക്കുമ്പോഴത്തേന് അതിൻ്റെ പുറം ഭാഗമൊക്കെ ഇതേപോലെ ഒന്ന് തൊലിയൊക്കെ കേടാകാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ സവാളത്തൊലി ഉണ്ടല്ലോ, നമ്മൾ സവാളത്തൊലി വെറുതെ നിസ്സാരമായ സവാളത്തൊലി നമ്മൾ കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ബീട്രൂട്ട് വെക്കുകയാണെങ്കിൽ ബീട്രൂട്ട് പെട്ടെന്നൊന്നും ചീത്തയാവില്ല കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കറുത്ത് ഒരുമാതിരി ആവും കണ്ടോ. അപ്പോൾ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അതിൻ്റെ ആ തൊലിയിൽ ഈർപ്പം പിടിക്കുന്നതുകൊണ്ട് തൊലി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് ഇതേപോലെ കുറച്ചാക്കിയിട്ട് ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണേലും ബീട്രൂട്ട് ചീത്തയാവാതിരിക്കും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിത് ഇതേപോലെ ഡപ്പ തുറക്കുന്നതിനൊക്കെ പാടായിരിക്കും അല്ലേ. അപ്പം എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ വാസലിൻ ഉണ്ടെങ്കിൽ അത് ആ ഡപ്പയുടെ മൂടിയുടെ അകത്തായിട്ട് കുറച്ച് തേച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഡപ്പയുടെ ആ പുറം ഭാഗത്ത് ചെറുതായിട്ട് ആ സൈഡിൽ തേച്ച് കൊടുത്താലും മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനൊക്കെ പറ്റും. ഇതിനകത്തൊക്കെ ചോറൊക്കെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നമുക്ക് ഊരിയെടുക്കാനൊക്കെ പാടായിരിക്കും. ഡപ്പയുടെ തുറന്ന് മാറ്റാനൊക്കെ പാടായിരിക്കും അല്ലേ. അപ്പോൾ അത് ഇതേപോലെ സ്വല്പം മതി
പിന്നെ വാസിൽ നമ്മളൊന്ന് തേച്ച് കൊടുത്തിട്ട് അടയ്ക്കുകയാണെങ്കിൽ നമുക്കിത് ഇതേപോലെ തന്നെ പെട്ടെന്ന് തുറക്കാനും അടയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിന് പകരമായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോഴത്തേനും അതിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് ഉറുമ്പ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാസിലും പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇളക്കി ഉണ്ടോ, കുട്ടികൾക്കൊക്കെ പാത്രത്തിൽ ചോറൊക്കെ കൊടുത്തു വിടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തുറക്കാൻ പറ്റും. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എലിയെയും പല്ലിയെയും പാറ്റയൊക്കെ എങ്ങനെ തുരത്താമെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയുണ്ട്. അപ്പോൾ എത്രമാത്രം നമുക്ക് എടുക്കാവോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് വേണ്ടത് പാറ്റാ ഗുളികയാണ്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പൊടിക്കാനും വളരെ ഈസി ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഇടികല്ലുണ്ടെങ്കിൽ അത് വെച്ച് പൊടിച്ചെടുക്കുക. അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പെട്ടെന്ന് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ആ ഗോതമ്പ് പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നനച്ചിട്ടൊന്നുമല്ല എടുക്കുന്നത്, ഇതേപോലെ പൊടി പോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എലികളൊക്കെ കൂട്ടത്തോടെ വന്നത് നക്കി കഴിച്ചിട്ടങ്ങ് പോയിക്കോളും. എന്നിട്ട് അത് പോയി വെള്ളം കുടിക്കുമ്പോഴത്തേനും അതിന് പരവേശം കൊണ്ട് വെള്ളം കുടിക്കാൻ അതിൻ്റെ വയറൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. അത് ഈ പരിസരം തന്നെ വിട്ട് ഓടിക്കോളും കേട്ടോ. അപ്പം കുറച്ച് ഹാർപ്പിക്കും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കുറച്ചാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം എലികളുടെയൊക്കെ ശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുക. ഇതിപ്പം ഹാർപ്പിക്കും അതേപോലെ തന്നെ പാറ്റാ ഗുളികയും ചേർത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയിലാണ്. ഗോതമ്പ് പൊടിയാകുമ്പോൾ നല്ലൊരു മണമാണ്. ഇനി നമുക്കിത് ആകർഷിച്ചിട്ട് അത് വന്ന് കഴിക്കണമല്ലോ. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നത് വേസ്റ്റാകാതെ ഫുള്ള് അതിൻ്റെ വയറ്റിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയോ ബിസ്ക്കറ്റോ ഒന്ന് പുറത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ശർക്കര ആകുമ്പോഴത്തേനും അതിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം ഞാനിപ്പോൾ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു പേപ്പറിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് എലി വരുന്ന പൊത്ത് എവിടെയൊക്കെയാണോ ആ ഭാഗത്തെല്ലാം വെച്ച് കൊടുക്കാം. നമ്മുടെ കിച്ചണിൻ്റെ അകത്ത് കൊച്ചെലികളൊക്കെ വരുന്ന വീടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കുക. കബോർഡിനകത്ത് വെച്ച് കൊടുക്കുക. അതുപോലെ പാറ്റ ശല്യം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ. പാറ്റ പല്ലിയൊക്കെ ഇത് കഴിച്ചിട്ട് അതവിടെ വിട്ട് പൊയ്ക്കോളും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ മാത്രം മതി. ഒരുപാട് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മുടെ പേപ്പറിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് എലിപ്പത്തുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഉണ്ട്, എലികളൊക്കെ കൂട്ടമായി കഴിച്ചോളും. എന്നിട്ട് അതേപോലെ അത് ദാഹിച്ച് അത് വെള്ളം കുടിക്കുമല്ലോ. പരവേശത്തിൽ വെള്ളം കുടിക്കുമ്പോഴത്തേനും അതിൻ്റെ വയറൊക്കെ വീർത്ത് കംപ്ലൈൻ്റ് ആയിട്ട് അതങ്ങ് ചത്തുപോകാനും ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ പരിസരം വിട്ട് അങ്ങ് പൊയ്ക്കോളും. പിന്നീട് അത് വരത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ്. എനിക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.